ഏറെ നാളായി നിർജീവമായ ഏകോപന സമിതിയുടെ യോഗം വി.എം. സുധീരൻ താൽപര്യമെടുത്താണ് വിളിച്ചു ചേർത്തത്. പുതിയ കെ.പി.സി.സി. അധ്യക്ഷൻ സ്ഥാനമേറ്റ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ തന്നെ കേരളത്തിലെ ജനകീയ സമരങ്ങൾ മുഖ്യ വിഷയമായി. ആറന്മുള വിമാനത്താവളം, പാറ ഖനനാനുമതി, ദേശീയപാതാ വികസനം തുടങ്ങിയവ ഉന്നയിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളിലെല്ലാം നേരത്തെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളെടുത്ത സുധീരന് തന്റെ വീക്ഷണങ്ങൾക്ക് പരിക്കേൽക്കാത്ത വിധം പാർട്ടി നയങ്ങൾ രൂപപ്പെടുത്താനുമായി. ഇപ്പോൾ കേരളത്തിൽ പലവിധ ജനകീയ സമരങ്ങൾ നടക്കുന്നു. ചെറുതും വലുതുമായ പല സമരങ്ങൾ നടക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഇടപെട്ട് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി രമ്യമായ പരിഹാരത്തിലെത്തണം എന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. 17 പാറമടകൾക്ക് അനുമതി കൊടുത്തതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇതേ സംബന്ധിച്ചിടത്തോളം ഒരു പുനഃപരിശോധന നടത്താൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മെറിറ്റായിരിക്കണം നിയമനങ്ങളുടെ മാനദണ്ഡം. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികർക്ക് സുവാ നിയമം ബാധകമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നതായി യോഗത്തിൽ വിമർശനമുയർന്നു. കൊല്ലം DCC ഓഫീസിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ആര്യാടൻ മുഹമ്മദ്, UDF കൺവീനർ PP തങ്കച്ചൻ തുടങ്ങിയവരും പങ്കെടുത്തു. സമിതിയുടെ അടുത്ത യോഗം മാർച്ച് 4 നടക്കും. മീഡിയ 1 കൊല്ലം.